സസ്പെൻഷനിൽ ഒതുക്കിയോ എ പത്മകുമാറിനെതിരായ പാർട്ടി നടപടി എന്നാണ് ചോദ്യം. അത് തന്നെ ഒരു വലിയ നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയാണ്. എന്താണ് DYFIൻ്റെ ജില്ലാ സെക്രട്ടറി, അത് കഴിഞ്ഞിട്ട് സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ്, കഴിഞ്ഞിട്ട് കേന്ദ്ര കമ്മിറ്റി അംഗം, 25ാമത്തെ വയസ്സിൽ പത്തനംതിട്ട ഏരിയ സെക്രട്ടറി, അത് കഴിഞ്ഞിട്ട് ജില്ലാ കമ്മിറ്റി അംഗം, ജില്ലാ കമ്മിറ്റി അംഗമായി 42 വർഷം, 32 വർഷമായിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം. അപ്പം പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം വലിയ നേതാവ് തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കമ്മിറ്റിയിൽ തീരുമാനമെടുക്കണമെങ്കിൽ നേരെ കയറി ഇപ്പോൾ ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തെയിലോ അല്ലെങ്കിൽ സാധാരണ മെമ്പർഷിപ്പിലുള്ള ഒരാളെ പുറത്താക്കുന്നത് പോലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പറ്റത്തില്ല എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം MLA ആണ്, തിരുവിതാംകൂർ ദേവസ്വം കൊണ്ട് പ്രസിഡൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതേ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ CPM-നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ്. അപ്പം ആരോപണം നേരിട്ടു എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം അരുൺ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആരോപണത്തിൻ്റെ ഗ്രാവിറ്റിയൊക്കെ നോക്കിയിട്ടാണല്ലോ സാധാരണ CPM നടപടിയെടുക്കാറ്. അത് നോക്കിയെടുത്തപ്പോഴത്തേക്കും കുറച്ച് സമയം പോയി എന്നുള്ളതാണ്. പൊതുബോധം എന്ന് പറയുന്ന സംവിധാനം പഴയ പോലെ പത്രം വായിച്ചു വരുന്നതല്ലല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയേൻ്റെ കാലമാണ്. സെക്കൻഡ് വെച്ച് പൊതുബോധം സൃഷ്ടിക്കപ്പെടും. 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ടൊക്കെ പൊതുബോധം സൃഷ്ടിക്കപ്പെടും. പക്ഷേ CPM അങ്ങനെ എന്ത് പൊതുബോധം സൃഷ്ടിച്ചാലും നടപടിയെടുക്കില്ല എന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. എത്രയോ കാര്യങ്ങൾ നമ്മളതിന് കാണുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ അങ്ങനെ നടപടി എടുത്തിട്ടുണ്ടോ? ഒരു കാര്യത്തിലും നടപടി എടുത്തിട്ടില്ല. അപ്പം CPM നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് ജയിലിൽ പോയപ്പം അവരുടെ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ അവർ അതുവരെ വഹിച്ചുകൊണ്ടിരുന്ന ചുമതലകളിൽ നിന്നെല്ലാം മാറ്റി നിർത്തി. ജയിലിൽ പോയപ്പോഴാണ്, ജയിലിൽ പോകുന്നത് വരെ ഒരു നടപടി എടുത്തിട്ടില്ല. അപ്പോൾ കേരളത്തിലെ ജനങ്ങളും മാധ്യമങ്ങളും മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇടതുപക്ഷക്കാർ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? അദ്ദേഹത്തിനെ മാറ്റി നിർത്തണ്ടേ, പാതമേഖലയിൽ നിന്ന് പുറത്താക്കണ്ടേ? അങ്ങനെ CPM-നെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ പിന്നെ CPM-ന് ഒരു ഭരണഘടനയൊന്നും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അതിൻ്റെ ഭരണഘടനയുടെ ഭാഗമായിട്ടാണ് CPM മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവസാനത്തതാണ് പുറത്താക്കുക എന്നുള്ളത്, പ്രാഥമികതയിൽ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളത്. അതിന് തൊട്ട് മുമ്പത്തെ നടപടിയാണ് സസ്പെൻഷനിലേക്ക് എത്തി എന്നുള്ളതാണ്. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 11 മാസം സസ്പെൻഷനാണ്. ഇനി അവരുടെ ചാർജ് ഷീറ്റ് മേടിച്ച് ചാർജ് ഷീറ്റിന് മറുപടി കൊടുത്ത് അതിനകത്ത് അത് തൃപ്തികരമല്ല എന്നുള്ളത് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ പുറത്താക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ സുനിൽ പറഞ്ഞ പോലെ ഇപ്പോൾ ഇദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും? വേറെ കേസൊന്നും അല്ലല്ലോ. ഇപ്പം ഞാൻ ചെയ്ത അദ്ദേഹം കുറ്റം ഏതാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുക, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ഒരു കുറ്റപത്രം കൊടുക്കണം. അപ്പം അദ്ദേഹം പറയുന്നത് എന്താണ്? ചെമ്പുവാളി സ്വർണം പൂശിയിട്ടില്ല എന്നുള്ളത് ചെമ്പുവാളിയാണ് എന്ന് എഴുതി വെച്ചു എന്നുള്ള രേഖകൾ എഴുതി എന്നുള്ള അതിനെ ഒപ്പിട്ട് വെക്കുന്നത് ഇദ്ദേഹമാണ് എന്നുള്ളതാണ്. അപ്പം അവരുടെ കൂടെയുള്ള ബാക്കി എല്ലാവരും ഇവർക്കെതിരെ മൊഴി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെ അതുകൊണ്ട് ഈ പത്മകുമാറിന് എന്ത് ലാഭം ഉണ്ടായി എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ത് ലാഭം? അപ്പോൾ പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാൻ കഴിയുമോ? പൊതുബോധത്തിൻ്റെ അടുത്ത് നടപടി ചെയ്യുക. ഇനി പൊതുബോധത്തിന് മേലെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? പൊതുബോധത്തിനകത്ത് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇപ്പോൾ സംഭവിക്കും. അതാണ്. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ പഴയ കാലമല്ല. പണ്ട് കാലത്ത് ഇതുപോലെ നിങ്ങൾ ആദ്യമേ താക്കീത് കൊടുത്ത് പിന്നെ ശാസിച്ച് ഒക്കെ 1 by 1 ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് വരാമായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും പറ്റത്തില്ലാന്നേ. ഇപ്പോൾ കാര്യങ്ങൾക്ക് തീരുമാനമില്ലെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ മാസം സെക്രട്ടേറിയറ്റ് ഇല്ല, അടുത്ത മാസം സെക്രട്ടേറിയറ്റ് ഉള്ളൂ, അത് കഴിഞ്ഞ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൊടുത്തേ, ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുമ്പോഴത്തേക്ക് നേരം വെളുക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് 2ാമത്തെ ഇലക്ഷനിൽ തോറ്റ് തുന്നമ്പാടി സൈഡിലിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊള്ളുക. ഇനി പാർട്ടികൾ നടപടിയെടുക്കുന്ന സമയത്തും തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തൊക്കെ ഇത് മനസ്സിലാക്കിക്കൊള്ളുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് പോലെ വേറെ പാർട്ടിയിലേക്ക് പോകാൻ വലിയ നേരമൊന്നും വേണ്ട കേട്ടോ. ഇപ്പോൾ ബംഗാളിലൊക്കെ സംഭവിച്ചത് എന്താണ്? ഓരോ ഇലക്ഷനിൽ ഒരു 2 ദിവസം കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് മത്സരിച്ച് ജയിച്ചിട്ട് 89 സീറ്റിൽ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞില്ല അപ്പുറം പാർട്ടി ഉണ്ടാക്കി. ഏതാ പാർട്ടി എന്ന് പോലും അറിയത്തില്ല. ഇന്ത്യയിൽ അത് ഏത് പാർട്ടിയാണ് നിന്നവരാരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ 59 പേര് പോയി കയറിയ ത്രിപുരയിലെ പാർട്ടിയാ? അപ്പോൾ പേരില്ല. ഏത് പാർട്ടി? നാഷണൽ സിറ്റിസൺസ് പാർട്ടി. അപ്പോൾ ഒരു പാർട്ടി ഉണ്ടാക്കി അതിലേക്ക് അങ്ങ് പോവുകയാണ്. ജനങ്ങൾ തീരുമാനം എടുക്കുന്നത് അത്ര പെട്ടെന്നാണ്. ബാക്കി കുറച്ച് MLA-മാർ അവിടെ ഉണ്ടല്ലോ, അവർക്ക് ചീമോട്ടയാറാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി അവിടെ നിൽക്കുന്ന MLA-മാരുടെ അവസ്ഥ ചീമോട്ടയാറാണ്. അങ്ങോട്ട് പോകാൻ പറ്റില്ല, മമതാ ബാനർജിനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ള നിലയിലേക്ക് തീരെ ചടമുണ്ട്. അപ്പോൾ ഇത് കാര്യം മനസ്സിലാക്കിക്കോളൂ. നമ്മുടെ 1 മണിക്കൂർ പത്രസമ്മേളനത്തിനൊന്നും ഇനി സ്കോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല കേട്ടോ. കാര്യങ്ങൾക്ക് 1.5 മണിക്കൂറൊന്നും പത്രസമ്മേളനം നടത്തി മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നോക്കി. മാധ്യമങ്ങൾക്ക് വരെ 1.5 മണിക്കൂർ നിന്ന് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം അത്രയും തന്നെ ടെലികാസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വേണമെങ്കിൽ 1.5 മണിക്കൂറൊക്കെ പോകാമായിരുന്നു. ഇപ്പോൾ ഒരു അരമണിക്കൂറുണ്ടോ 15 മിനിറ്റ് കൊണ്ടോ കാര്യങ്ങൾ പറഞ്ഞ് അടുത്ത സംവിധാനത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ കാര്യം കയ്യിൽ നിന്ന് പോകും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി CPM വരുന്നുണ്ട് കേട്ടോ. CPM കുറച്ചും കൂടെ, കാരണം ഞാൻ വിചാരിക്കുന്നത് ഒരു 30 ദിവസമല്ലേ ആയിട്ടുള്ളൂ. സർക്കാർ വന്നിട്ട് 1 മാസമാകുന്നല്ലേ ഉള്ളൂ. ഇതിനു മുമ്പ് ഒരു ഹണിമൂൺ പീരീഡ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടല്ലോ. ഇതിനു മുമ്പ് എങ്ങനെയാണ് പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോവുക, അങ്ങനെ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതുകൊണ്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ
ഈ കാര്യങ്ങൾ ഇപ്പോൾ പത്മകുമാറിനെ എടുത്തതുപോലെ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ക്ലാരിറ്റിയോടുകൂടി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുക എന്നുള്ളതാണ്. ഇതിപ്പോൾ നേരത്തെ നമ്മൾ പറയാലോ, ഇത് നിങ്ങൾക്ക് ഇലക്ഷന് മുൻപ് തീരുമാനം എടുത്താൽ പിന്നെ കാര്യങ്ങൾ അവസാനിച്ചില്ലായിരുന്നോ? ഈ പറയുന്ന ജനങ്ങളുടെ മുന്നിൽ ഈ പറയുന്ന ഇത്രയും വലിയ തോൽവി ഏറ്റെടുക്കണോ? ഇനി ഇതിൻ്റെ ഭവിഷ്യത്ത് മുഴുവൻ അനുഭവിച്ചതിന് ശേഷം ഇനി എന്തിനാ പുറത്താക്കിയിട്ട് എന്ന് ചോദിച്ചാൽ നടപടി സ്വീകരിക്കുന്ന ശൈലി പാർട്ടിയുടെ ഇങ്ങനെയാണ്. ഈ പാർട്ടിയുടെ ശൈലിയിൽ ഇനി മാറ്റം വരുത്തണ്ടോ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ശൈലി പ്രകാരം തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി 11 മാസം കഴിഞ്ഞ് പുറത്താക്കാം. പ്രശ്നമുണ്ട്. കുറ്റപത്രം വന്നതിന് ശേഷം നടപടി എന്നാണ് അന്നേരം പറഞ്ഞത്. ഇപ്പൊ കുറ്റപത്രം വന്നോ? ഇല്ല. അപ്പൊ എടുക്കായിരുന്നു. അല്ല, വേണവരില്ല. അതാ ഞാൻ പറയുന്നത്. ഇത് മാധു, അതാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിക്ക് മനസ്സിലായി തുടങ്ങി കുറ്റപത്രത്തിനൊന്നും ഇനി കാത്തിരിക്കേണ്ട കാര്യമില്ല. കാരണം കുറ്റപത്രത്തിന് കാത്തിരുന്നിട്ട് ജനങ്ങൾ വേറെ ലെവലിൽ കൈകാര്യം ചെയ്യും അല്ലെങ്കിൽ വേറെ ചിന്തിക്കും എന്നുള്ളത് പാർട്ടിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. കാരണം ഈ ഇലക്ഷന് ഞാൻ പറയും 102 ഇലക്ഷന് വേണ്ട. ഇപ്പോൾ ഒരു 80 സീറ്റിലാണ് തോറ്റെന്ന് വെക്കുക. ഇപ്പോൾ 102 ആയതുകൊണ്ടാണ് ഇത്രയും കാര്യമായി പഠിക്കുന്നത് കേട്ടോ. 80 സീറ്റാണ് തോറ്റെങ്കിൽ എന്താ പറയാറിയോ? സിമ്പിളായി പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? ന്യൂനപക്ഷീകരണം. ചെറിയ സംവിധാനങ്ങൾ അവിടെ നടന്നു. 10 വർഷം ഭരിച്ചില്ലേ, അതുകൊണ്ട് നമ്മൾ തോറ്റുപോയി, ആകെ 10 സീറ്റിനല്ലേ തോറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഈ പറയുന്ന സംവിധാനത്തെ ഇങ്ങനെ കൊണ്ടുപോയാനെ ഇത് വലിയ തോൽവിയായിട്ട് എടുത്തു. അപ്പം ഇതുപോലെയുള്ള മാറ്റങ്ങൾ ഇനിയിപ്പം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞ കുറ്റപത്രം പറ്റെന്ന് പറഞ്ഞ് സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞത് കുറ്റപത്രം വന്നതിന് ശേഷം മാത്രമേ നടപടിയുള്ളൂ. ആ നടപടിയാണ് തിരുത്തുന്നത്. ആ നടപടി അപ്പോൾ ചില്ലറയെ കാണണ്ട. അപ്പം ഈ പത്മകുമാറിനെതിരെ പുറത്താക്കണോ എന്ന് ചോദിച്ചാൽ മാത്രം പുറത്താക്കാൻ. ഒരു പുരുഷായുസ് മുഴുവൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്, ആ പാർട്ടിയുടെ കൂടെ നിന്ന ആളാണ്. അദ്ദേഹത്തെ പുറത്താക്കുമ്പോൾ അദ്ദേഹത്തിനും കൂടെ മനസ്സിലാക്കുന്ന രീതിയിൽ ഇത് നിങ്ങൾ ചെയ്ത കുറ്റമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കുറ്റപത്രം കൊടുത്തിട്ട് പുറത്താക്കാനുള്ള ഒരു സമയം പാർട്ടി എടുത്തു എന്നുള്ളതിനെ കണ്ടാൽ മതി. അതിനേക്കാളും അപ്പുറം കാണേണ്ട കാര്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഓക്കെ. Meet the editors.